പ്രകാശം എങ്ങും ചൊരിയേണ്ട വിളക്കിനെ ഇപ്പോ നമ്മൾ കുടത്തിനകത്തെ ആ വിളക്കിനെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർക്കൻ കഥയെന്ത് കണ്ടു. ഞാൻ സുകുമരത്തൂരിനെയും ഗോപകുമാരനെയും വീട്ടിലേക്ക് വിളിച്ചത് ഒരു കാര്യം പറയാൻ. നമ്മുടെ സുദർശനെ കുറിച്ചൊരു ലേഖനം വായിക്കുകയുണ്ടായി. എന്നെ സുദർശനെ നിങ്ങളാണല്ലോ പരിചയപ്പെടുത്തിയത്. നാം വിചാരിക്കുന്നതിലും വളരെ ഉയരത്തിൽ സഞ്ചരിക്കുന്ന ഒരു പക്ഷിയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് 2-3 സുഹൃത്തുക്കളുടെ ഒത്തുചേരലാണ്. അവരുടെ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. സാധാരണ ഇത്തരം ഒത്തുചേരലുകളിൽ അവരവരുടെ വിശേഷങ്ങളും നർമ്മ സംഭാഷണങ്ങളുമാണ് ഉണ്ടാകാറുള്ളത്. പക്ഷെ ഈ സൗഹൃദ സദസ്സിൽ അവരുടെ സംഭാഷണം മറ്റൊരു വ്യക്തിയെക്കുറിച്ചാണ്. അത് മറ്റാരുമല്ല, ഇവരുടെ പ്രിയ സുഹൃത്തും ലോകത്തെമ്പാടും ഒരുപാട് ആരാധകരും വിശ്വാസികളുമുള്ള സുദർശനൻ എന്ന സന്യാസ ജീവിതം നയിക്കുന്ന സുദർശനൻ സ്വാമിയെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ പ്രവാചക ജീവിതത്തെ കുറിച്ചാണ്. നമുക്കൊന്ന് കേട്ടു നോക്കാം. നമ്മളൊന്നും കാണുകയോ അറിയുകയോ ചെയ്യാത്ത മേഖലകളിൽ അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. എങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടത്? സുദർശനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയം. ഇന്നലെ ഒന്നും ഏതാണ്ട് 94 കാലം, 94-95 കാലം എന്ന് തന്നെ പറയാം. ഒരു സിനിമ സംരംഭം നടക്കുകയുണ്ടായി തിരുവനന്തപുരത്ത് വെച്ച്. അപ്പോൾ ഞാനും അതിലൊരു ഭാഗവാക്കായിരുന്നു. സുദർശനൻ അവിടെ എത്തിപ്പെടുകയും ഞങ്ങൾ അവിടെ വെച്ചാണ് പരിചയക്കാരാകുന്നത്. അത് CK ലോഡ്ജ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് വെച്ചായിരുന്നു ആദ്യത്തെ നമ്മളെ കണ്ടുമുട്ടൽ. പിന്നീട് അതിനുശേഷം ആ സിനിമയുമായിട്ട് വർക്കുകളുമായി ബന്ധപ്പെടുത്തി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ, അന്ന് നമുക്ക് ഫോണും ഒന്നുമില്ല, STD വിളിക്കുകയോ അങ്ങനെയൊക്കെ ആയിരുന്നു പരിചയപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പോ എങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സാറിന്റെ ഒരു സംരംഭം ഉണ്ടായിരുന്നല്ലോ. നമ്മളുടെ സാറിപ്പോ നീലക്കുയിൽ എന്ന് പറഞ്ഞ സിനിമയെ നാടകമാക്കം സാറ് കൊണ്ട് ഇരിക്കുന്ന ആ ഒരു വേളയിലാണ് സുദർശനൻ ഇവിടെ തിരുവനന്തപുരത്ത് വരുന്നത്. സുദർശനെ ഞാനും നമ്മുടെ ഗോപകുമാർ, നമ്മുടെ PK റോസി എന്ന് പറയുന്ന സിനിമ എടുത്ത അപ്പൊ ഗോപൻ മുഖാന്തരവും ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നാണ് സാറിനെ കൊണ്ട് പരിചയപ്പെട്ടത്. അത് സാറ് ഓർക്കുന്നുണ്ടല്ലോ. അതൊക്കെയാണ് തുടക്കം നമുക്ക്. പക്ഷെ അന്ന് പരിചയപ്പെടുമ്പോൾ ഇദ്ദേഹത്തിൽ ഉള്ള ആ കഴിവുകളൊക്കെ, ഒരു പ്രത്യേക സിദ്ധി, അത് അപ്പോഴും നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടപ്പോൾ പറഞ്ഞിരുന്നു അതേക്കുറിച്ചൊക്കെ? ഇല്ല, ആദ്യമൊന്നും അദ്ദേഹത്തിന്റെ സിദ്ധികളെ പറ്റി ഒന്നും പറഞ്ഞു. നമ്മളിങ്ങനെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞ് ഒരു വേള നമ്മൾ ഒരിടത്ത് ഇരിക്കുന്ന ആ സമയത്ത് എന്നെ സുവണ്ണ എന്നാണ് വിളിക്കുന്നത്. സുവണ്ണ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എന്താണ് കാര്യം? അപ്പോൾ പറഞ്ഞു, എനിക്ക് ഈശ്വരൻ തന്ന ചില സിദ്ധികളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്താ സിദ്ധി? അത് പറയണം, അതൊക്കെ ഒരുപാട് സമയങ്ങൾ ഇരുന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിനെന്താ പ്രത്യേകത? അങ്ങനെ എന്താ? പറഞ്ഞു, അതെൻ്റെ ജീവിതത്തിൽ എല്ലാവർക്കും ലഭിക്കാൻ കഴിയാത്ത ചില സംഗതികളാണതൊക്കെ. അപ്പൊ എനിക്ക് ഒരുപാട് ഈഗർനെസ് ഉണ്ടായി. എനിക്കത് എന്താണ് അറിയാനുള്ളത്. അപ്പൊ പറഞ്ഞു, എന്നാൽ ഞാൻ രാത്രിയിലേക്ക് അങ്ങ് ഇരിക്കും, ഉറക്കം വിളിച്ചിരിക്കാറുണ്ട്. സർവ്വതും ത്യജിച്ചിട്ട് ഈശ്വരനെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ഞാൻ ഉറക്കം വിളിച്ചിരിക്കും. ആ ഉറക്കം വിളിച്ചിരിക്കുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ വെളിവാകും. ആ വെളിവാകുന്നത് സാധാരണ കാര്യങ്ങളൊന്നും അല്ല. ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരുപാട്, ഭാവിയിൽ വരാൻ പോകുന്ന ഒരുപാട് സംഭവങ്ങൾ എനിക്ക് കിട്ടാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത് എന്താണ് എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ പുള്ളി പറയുന്നത്, ലോകത്തിന് വരാൻ പോകുന്ന ചില മാറ്റങ്ങൾ പ്രപഞ്ചവുമായി ബന്ധപ്പെടുത്തിയത്, നമ്മുടെ ജീവിത രീതിയുമായി ബന്ധപ്പെടുത്തിയത്, അതുപോലെ നമ്മൾ രാജ്യങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ,
രാജ്യഭരണത്തിൽ നടക്കുന്ന സംഭവം, ഇങ്ങനെ പലതും എനിക്ക് ആ ദർശനത്തിലൂടെ കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഞാനല്ല, എനിക്കറിയില്ല. ഇത് ഈ ധ്യാനം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ വല്ലാത്ത എനിക്ക് ശരീരക്ഷീണമുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഭാര്യ കാത്തിരിക്കാറുണ്ട്. എനിക്കത് വിഷമമുണ്ട് അന്നോട് അത് പറയുന്നത്. കാരണം നമ്മൾ കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലമൊക്കെ ആയേ എത്തിയിട്ടുള്ളൂ. ആ സമയത്തൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അവളിങ്ങനെ മനസ്സ് ഈ കാത്തിരിക്കുന്ന സമയം അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീൽ ചെയ്യും. പക്ഷേ അവൾ ഇതിന് എൻ്റെ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. ഒരിക്കലും ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നില്ല. സത്യം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ സംഭവിച്ചു? അതെ. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, ഈ സുദർശനം കിട്ടുന്ന കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സുദർശൻ എന്നോട് പറഞ്ഞു, അണ്ണാ, ലോകത്ത് ഇന്ന സംഭവങ്ങൾ ഉണ്ടാവും. ആ ഉണ്ടാവുന്നതിൽ ഇന്ന ആൾക്കാർക്ക് ഇന്ന സംഭവങ്ങൾ ഇന്ന രാജ്യത്തുണ്ടാവും എന്നൊക്കെയാണ് പറയാൻ തോന്നുന്നത്. അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് അതിശയമാണ് തോന്നിയത്. അങ്ങനെ ഉണ്ടാവുമോ? എൻ്റെ മനസ്സിൽ തോന്നി. പിന്നീട് കാലം കഴിഞ്ഞു സുദർശൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് ഒരുപാട് അത് എടുത്തിട്ടില്ല. കാരണം അങ്ങനെ ആകുമോ എന്നുള്ള സന്ദേഹം തന്നെ ഉണ്ടായി. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അത് ഓരോന്നായിട്ട് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്തത് സുദർശനൻ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമുണ്ടായിരുന്നു. അയാൾ വെറുതെ അല്ല തൻ്റെ വെളിപാടിലൂടെ കണ്ടതൊക്കെ എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായി. ഇക്കാര്യങ്ങളൊക്കെ ഗോപകുമാറിൻ്റെ അടുത്തും നേരത്തെ പറഞ്ഞിരുന്നോ? ഗോപകുമാർ, ഞാൻ ഗോപൻ എൻ്റെ ഓഫീസിൽ കൂടെ വർക്ക് ചെയ്തിരുന്നതാണ്. നമ്മള് വർക്ക് ചെയ്തിരുന്നു. അപ്പോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ സുദർശന്റെ കാര്യം ഇതുപോലെ പറയാറുണ്ട്. സുദർശനെ ഗോപൻ കണ്ടിരുന്നു, നേരിട്ട് പരിചയപ്പെട്ടിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്, ദീർഘകാലമായിട്ട് ഇതുപോലെ. അതായത് സുഖു പരിചയപ്പെടുന്നതിന് ശേഷം ബന്ധത്തില് ഞാനുമായിട്ട് പരിചയപ്പെട്ടു. അപ്പോ ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളൊക്കെ ഈ പ്രവചിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ബിന്ദു, അവരെല്ലാം ഇതിൽ ഭയങ്കര സഹകരണം മാത്രമല്ല, 1996 അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഇദ്ദേഹം എഴുതി വെച്ച, അപ്പപ്പോ പ്രവചിക്കുന്ന പേപ്പറിൽ എഴുതി വെക്കാൻ പ്രവചിച്ച കാര്യങ്ങള് അക്ഷരത്തെറ്റുകളൊന്നും ഇല്ലാതെ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി ഇദ്ദേഹത്തിന് കൊടുത്തു. മഹാഭാഗ്യം. ആ എഴുതിയതാണ് എനിക്ക് കിട്ടുന്നത് വായിക്കാൻ. അപ്പോ അതിലൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്ക് ലോകത്ത് ഇല്ലാത്തതായ ഒരുത്തരും പറയാത്തതായ കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. 1984 ഇന്ദിരാഗാന്ധിയെ 10 അംഗരക്ഷകരാൽ കൊല്ലപ്പെടുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതില് 84. അത് അപ്പോൾ ഞാൻ വായിച്ചപ്പോ എനിക്ക് അതിശയം. നടന്ന കാര്യം അത് പറഞ്ഞ് പ്രവചിച്ചതിന് ശേഷം നടന്ന കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് ഇന്ത്യ പ്രധാനമന്ത്രി ആയിട്ട് നരേന്ദ്രമോദി 5 മുതൽ 15-20 വർഷം വരെ തുടർച്ചയായിട്ട് ഭരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി എന്നുള്ള പേര് തന്നെ അന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ കുറിച്ച് അന്നേ എഴുതി വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, കേരളത്തില് ഏറ്റവും വലിയ ഒരു ജലപ്രളയം ഉണ്ടാകുമെന്നും അന്ന് എഴുതി വെച്ചിട്ടുണ്ട്. സത്യം. അത് മാത്രമല്ല, വിശ്വസിക്കാനാവുന്ന വേറൊരു കാര്യം വേറെ കാര്യങ്ങളുണ്ട് സാർ അതിൻ്റെ ഇടയിൽ പറയാം. കാരണം അതാണ് നമുക്ക് വിശ്വസിക്കാൻ ഏറ്റവും എടുക്കാൻ പറ്റുന്ന ഒരു സാധനം. അതാണ് ഞാൻ ഇദ്ദേഹത്തിന് 2012 സുദർശനൻ അദ്ദേഹം കുറെ എഴുതി വെച്ച ഭാര്യ എഴുതി കൊടുത്തെന്ന് പറഞ്ഞാൽ അതിനെല്ലാം കൊണ്ടുവന്ന് എൻ്റെ കൈ കൊണ്ട് തരുന്നു 2012. എന്നിട്ട് എന്നോട് പറഞ്ഞു, അണ്ണാ, ഇത് അണ്ണൻ എനിക്ക് സാഹിത്യപരമായിട്ട് ഒന്നും അറിയില്ല, ഇതിനെ എല്ലാം കൂടെ ക്രോഡീകരിച്ച് അതിൻ്റെ രീതിയാമണ്ണം ഒന്ന് ആക്കി തരണം, ഒന്ന് അടുക്കും ചിട്ടയോടെ ഒന്ന് ശരിയാക്കി തരണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, സുദർശൻ, എനിക്ക് സമയക്കുറവുണ്ട് എന്ന് ആദ്യം പറഞ്ഞു. ഉള്ള സത്യം പറഞ്ഞു. എന്നാലും സുദർശൻ്റെ കാര്യമല്ലേ, എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാനത് വാങ്ങി വെച്ചു വീട്ടിൽ. എൻ്റെ ജോലി തിരക്കിനിടയിൽ ഞാൻ എനിക്ക് ഒരുപാട് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, എഴുത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാനത് സത്യം പറഞ്ഞാൽ കുറച്ച് കാലത്തേക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം സുദർശൻ എന്നെ വിളിക്കുമ്പോഴാണ്, അയ്യോ മറന്നുപോയല്ലോ ആ കാര്യം, ഞാൻ കയ്യിലെടുത്തതും ഒക്കെ. പിന്നെ അത് ഒന്ന് ശരിയാക്കി 2012 സംഭവം. ഒരു രണ്ട് വർഷം പിന്നീട്
ആ കാലം എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്നു. ഇത് അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട് ഞാൻ കൊടുത്തു, ഒരുവിധം റെഡിയാക്കി ഞാൻ കൊടുത്തു. അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചപ്പോൾ എൻ്റെ ഫീൽ ചെയ്ത സംഭവം 2019 കൊറോണയെ പറ്റി നമ്മൾ കേട്ടല്ലോ. ആ കൊറോണയിൽ എന്ന് പറയുന്ന ആ ഒരു സാധനം സുദർശനൻ ഈ എന്നോട് എഴുതി വച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുറച്ചു കാലം കഴിയുമ്പോൾ ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു അണുബാധയുണ്ടാവും. ഈ അണുബാധ എല്ലാ മനുഷ്യരെയും ഒരേ കണക്കിന് അത് വ്യാപിക്കുമെന്നും അതിനെ തടസ്സപ്പെടുത്താൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നും മാത്രമല്ല സ്ത്രീകളും കുട്ടികളും വൃദ്ധരും ഗർഭിണികളും എല്ലാം അതിനടിമപ്പെട്ട് മരിച്ചു വീഴുമെന്ന് വൈദ്യശാസ്ത്രം പകച്ചു നിൽക്കും. ഇത് കണ്ട് എന്ത് ചെയ്യണമെന്ന് തോന്നി പകച്ചു നിൽക്കും. ഈ ഒരു അവസ്ഥയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു. അന്ന് എനിക്കത് ഓർമ്മയുണ്ട്, എഴുതി വെച്ചത്. അതേ സംഭവം നമ്മൾ ഈ പറഞ്ഞതുപോലെ കൊറോണ എന്ന് പറഞ്ഞു, അതും ഇവിടെ നിന്നല്ല അത് ഉണ്ടാവണം, പുറം രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. നമ്മൾ ഇന്ത്യയിൽ ഉണ്ടാവണമല്ല, പുറത്തു നിന്നാണ് അത് വരുന്നത്. അത് സത്യമായിരിക്കും, ആയിട്ട് മാറി. അതെ അതെ. അപ്പൊ അതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും അത് കിടപ്പുണ്ട്. ഈ രേഖകളൊക്കെ എങ്ങനെയാണ് ഗോപകുമാറിന്റെ കയ്യിലെത്തിയത്? ഈ രേഖകളല്ല അദ്ദേഹം എഴുതി വച്ചിരുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയതോടുകൂടിയാണ് എനിക്ക് ഇതിൻ്റെ എല്ലാം വായിക്കും തോറും അതിൽ ഭയങ്കര അത്ഭുതങ്ങളും അതിശയങ്ങളും ഉണ്ടായി. കാരണം ഇത്രയും ഒരു വ്യക്തി പ്രവചനത്തിൽ കൂടെ ഇത്രയും ഇങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു അമാനുഷ്യ മനുഷ്യന് മാത്രമേ സാധിക്കുള്ളൂ. അദ്ദേഹം ഇത് ചെയ്യുന്നത് അയാളും ജ്യോത്സ്യനോ ഒന്നുമല്ല, ആ ഈശ്വര ചൈതന്യത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ കടന്നുകൂടുന്ന കാര്യങ്ങളാണ് ഈ എഴുതുന്നതല്ല. മാത്രമല്ല ഈ സുദർശന് അടിസ്ഥാന വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ, വെറും അടിസ്ഥാന വിദ്യാഭ്യാസം, അങ്ങോട്ടൊന്നും പഠിച്ചിട്ടില്ല. അതിനുള്ള സാഹചര്യം ആ മനുഷ്യനുണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാന വിദ്യാഭ്യാസമുള്ള ഒരാളിന്റെ മനസ്സിൽ ഈ ഭൂമിയെ പറ്റിയും പ്രപഞ്ചത്തെ പറ്റിയും ഇത്രയും വിപുലമായി കണക്കുകൾ വരെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തന്നെ തോന്നിയപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറയാൻ കഴിഞ്ഞല്ലോ എന്നുള്ളത്. അപ്പോൾ മാത്രമല്ല ജ്യോതിശാസ്ത്രമോ ഏതെങ്കിലും ഒരു വിദ്യ അദ്ദേഹം പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതൊന്നുമില്ല. ബേസിക് നോളജ് വളരെ കുറവാണ്. പക്ഷേ അതാണ് പറയുന്നത്, അത് വെളിപാട് തന്നെയാണ്. സുദർശന്റെ ഉണ്ടാകുന്ന ദർശനങ്ങൾ തന്നെയാണ് അത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല ഈ ഇദ്ദേഹം എഴുതി വെച്ചതിൽ സൂര്യനെ കുറിച്ചും മറ്റ് ഗ്രഹങ്ങളെ കുറിച്ചും അനേകം കാര്യങ്ങൾ എഴുതി വെച്ചൊക്കെയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് നടക്കത്തക്ക കാര്യങ്ങൾ വരെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഈ സൂര്യനില് ഒരു കരിവണ്ട് മൂളുന്ന സൗണ്ട് ഉണ്ടാകുന്നു, അതിനെ ശ്രദ്ധിച്ചാൽ ഓമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയുമെന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ അനേക ഗ്രഹങ്ങളെക്കുറിച്ച്, അതുപോലെ അന്യ രാജ്യങ്ങളെക്കുറിച്ച് എല്ലാം വരാൻ പോകുന്ന കാര്യങ്ങളെല്ലാം എനിക്ക് കിട്ടിയതിൽ എഴുതി വച്ചേക്കുന്ന അത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ എന്തുകൊണ്ട് നമ്മുടെ ലോകം അറിയുന്നില്ല? പക്ഷെ ഇതില് ഒരു കാര്യം ഉണ്ടായത്, ഉദാഹരണമായിട്ട് കൊറോണയെ പറ്റിയുള്ള ആ ഒരു പ്രസ്താവം അത് വന്നു കഴിഞ്ഞു. അത് വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് ഈ ഇദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ടെന്ന് അറിയുന്നത്. അത് പൊതുസമൂഹം ഇത് അറിയുന്നില്ല. പൊതുസമൂഹം അറിയേണ്ടത് നേരത്തെ ആയിരുന്നു. ഒരു സംഭവം വന്നു കഴിഞ്ഞിട്ട് ആ സംഭവം പ്രാവർത്തികമാകുമ്പോൾ ഇത് കഴിഞ്ഞതല്ലേ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ എഴുതി വെച്ചതാണ്. പിന്നെ ആ റെക്കോർഡുകളൊക്കെ നമുക്ക് രാസപരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഇതിന്റെ പഴക്കം പറയാൻ ഒക്കുള്ളൂ. അതുകൊണ്ടാണ് സാർ ഞാൻ സമയത്ത് ഇദ്ദേഹത്തിന്റെ സഹായത്തിന് ആർക്കും വന്ന് എത്താൻ കഴിഞ്ഞില്ല. പക്ഷെ ഇതുവരെയുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനിയുള്ള ഭാവിയെ പറ്റിയും അദ്ദേഹം ഒരുപാട് എഴുതിയിട്ടുണ്ട്. അതെല്ലാം പൊതുസമൂഹം അറിയണം, ജനം അറിയണം, ഉത്തരവാദപ്പെട്ട ഭരണാധികാരികൾ അറിയണം. ചുരുക്കം പറഞ്ഞാൽ ലോകം അറിയണം. ആദ്യകാലത്തൊക്കെ സാധാരണ വലിയ ശാസ്ത്രജ്ഞന്മാർക്കൊക്കെ ഭൂമി ഉരുണ്ടതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം ആരും വിശ്വസിക്കാതിരുന്നു. ഇല്ല, ശരിയാ.
അങ്ങനെ പറഞ്ഞവരെല്ലാം ഭ്രാന്തന്മാരാണെന്ന് അന്നത്തെ ജനം വിധി എഴുതി. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് ആളുകൾ വിശ്വസിക്കില്ല. ഇല്ല ഇല്ല. കാരണം എല്ലാം ശാസ്ത്രത്തിലാണ് നമ്മൾ വിശ്വസിച്ചു പോകുന്നത്. ഈ പ്രപഞ്ചത്തെയും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെയും ഒക്കെ നിരീക്ഷിച്ച് പഠിച്ച് തെളിയിക്കപ്പെട്ട അറിവാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ശാസ്ത്രമാണ് ശരിയായത് എന്ന് വിശ്വസിച്ചിരിക്കുന്ന ആളുകളാണ് ഇന്ന് ലോകത്തധികവും ഉള്ളത്. അപ്പൊ ശാസ്ത്രരീത്യാ നോക്കുമ്പോൾ ഇതിനെന്ത് സാങ്കത്യമാണുള്ളത് എന്ന് ചിന്തിച്ചു പോകുന്നതിൽ ആരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇല്ല ഇല്ല ഇല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ശാസ്ത്രത്തിനും അതീതമായ ഒരു ശക്തിയുണ്ട്. അത് ഈ അടുത്ത കാലത്ത് പലരും ഇപ്പോൾ അത് മനസ്സിലാക്കി തുടങ്ങി വരുന്നു. മനസ്സിലാക്കിയാലും അത് പറയാൻ മടിയായി ഇരിക്കുന്നവരുമുണ്ട്. ശാസ്ത്രജ്ഞന്മാർ വരെയുണ്ട് ഈ ഭൗതികമായിട്ടുള്ള ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഉള്ള കാര്യങ്ങളെല്ലാം ശരിയല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. എനിക്കതിന് ആദ്യമായിട്ടൊരിക്കൽ വളരെ അത്ഭുതം തോന്നിയത്, വലിയ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ ശാസ്ത്രത്തിലൂടെ മാത്രമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ പലരും സായിബാബയുടെയും അതുപോലെ തന്നെ മറ്റ് ഇതുപോലുള്ള ദൈവജ്ഞാനമുള്ളവരുടെയൊക്കെ അനുയായികളായി മാറിയിട്ടുണ്ട്. അപ്പോൾ ശാസ്ത്രത്തിനും അപ്പുറത്തെന്തോ ഒരു സത്യമുണ്ടെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ റോക്കറ്റ് അയക്കുമ്പോൾ പോലും രാഹുകാലവും നല്ല സമയവും ഒക്കെ നോക്കുന്നത് ചെറിയവരൊന്നുമല്ല, വലിയ ശാസ്ത്രജ്ഞന്മാരാണ്. അവിടെ നമുക്കറിയാം എന്താണ്. അപ്പൊ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രപഞ്ച സത്യം ഉണ്ട്. അതിനെക്കുറിച്ച് ഇതുവരെയും ആരും അനലൈസ് ചെയ്തിട്ടില്ല എന്ന്. ആ മേഖലയിലാണ് നമ്മുടെ സുദർശനൻ കൈവച്ചിരിക്കുന്നത്. സത്യമാണ്. അത് ചെറിയ കാര്യമല്ല. അപ്പൊ സാർ പറഞ്ഞില്ലേ സുദർശന്റെ കാര്യം, അദ്ദേഹം എഴുതി വച്ച കാലഘട്ടത്തില് എനിക്കറിയാന്നുള്ള സംഭവം പല വാർത്താ മാധ്യമങ്ങളെ എടുത്തു പോയി. ഇതും കൊണ്ട് പോയി അവർ വാങ്ങിച്ചു വെച്ചു, വായിച്ചു നോക്കി. എന്നിട്ട് അവരന്ന് സാറ് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തെ അത്ര കാര്യമാക്കി എടുത്തില്ല. സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, പേരില്ല പെരുമയില്ല, അവർ വാങ്ങിച്ചു വെച്ചു. പക്ഷേ ഈ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഓരോന്നും നടന്നപ്പോൾ തിരിച്ച് ഈ സുദർശനെ വിളിച്ചു. അയ്യോ അന്ന് തെറ്റുപറ്റിപ്പോയി, അങ്ങനെ ആയിപ്പോയി, കാര്യം കഴിഞ്ഞില്ലേ, പിന്നെ കൊടുക്കാൻ നോക്കിയില്ല അവർക്ക്. അതുകൊണ്ട് സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംഭവം സുദർശനിലുണ്ടായി. അതിനൊരു ഉദാഹരണം തന്നെയാണ്. ഇപ്പോൾ നോക്കൂ, അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്, അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്നു പോകും, ആരും അറിയുന്നില്ല എന്നുള്ള സത്യം. അത് കറക്റ്റ്. അത് 2012 അത് അദ്ദേഹം തന്നുമ്പോൾ ഞാൻ വായിച്ചിട്ടുള്ളത്. അന്യഗ്രഹ ജീവികൾ ഇവിടെ വന്നു പോകുന്നത് ആരും അറിയുന്നില്ല, അത് സത്യമാണ്. ഇന്നിതാ നാസയുടെ കണ്ടുപിടുത്തത്തിൽ അവര് UAP ഫയൽസ് എന്ന് പറഞ്ഞ് ഇപ്പൊ അവര് സീക്രട്ട് ഫയൽസ് ഇപ്പൊ അത് ഇറക്കിയല്ലോ. അതിലിതാ അവർ കണ്ടുപിടിക്കുക, റഡാറിൽ പോലും പതിയാൻ പറ്റാത്ത രീതിയിലാണ് മറ്റവരുടെ വരവ് ഇവിടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്യങ്ങളാണ്. ഇതിപ്പം ശാസ്ത്രം പറഞ്ഞപ്പോഴും നമ്മൾ സത്യമാണെന്ന് പറയും, അല്ലാതെ സുദർശനം പറഞ്ഞാൽ നമ്മളത് വിദ്യയായെന്ന് പറയും, അതല്ല എന്ന് പറയും. ഇതാണ് ഇതിന്റെ വ്യത്യാസം. അപ്പോൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആ പറച്ചില്, അതൊക്കെ സത്യമാകുന്നു എന്നുള്ളത് തന്നെ നമുക്കത് വലിയ അദ്ദേഹത്തിന്റെ ആ മികവിനെ, അദ്ദേഹത്തിന്റെ ആ കഴിവിനെ, അദ്ദേഹത്തിന്റെ കഴിവെന്ന് ഞാൻ പറയുന്നില്ല, അത് ഏതോ ഒരു കഴിവ് അദ്ദേഹത്തിലൂടെ വരുന്നു എന്ന് വേണം. അദ്ദേഹത്തിന്റെ കഴിവെന്ന് പറയുന്നില്ല, അദ്ദേഹത്തിൽ ഏതോ ഒരു കഴിവ് വരുന്നു. ആ കഴിവിന്റെ ആ വെളിവാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പറ്റില്ല സുദർശനം, പുസ്തകമാക്കുന്നുണ്ട്, ലോകം അറിയണം. അല്ലെങ്കിൽ പിന്നെ ഇതെന്തിനു വെച്ചിട്ട് എന്ത് കാര്യം, ലോകം അറിഞ്ഞാൽ മാത്രം പോരാ, കൃത്യസമയത്ത് അറിയുകയും വേണം. അതാണ്. അതുകൊണ്ട് അത് പുസ്തകമാക്കൂ എന്ന് പല പ്രാവശ്യവും ഞാൻ പറഞ്ഞു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്നാൽ അതിനുള്ള സാമ്പത്തികമൊന്നും എനിക്കില്ല, പുസ്തകം പ്രിന്റ് ചെയ്യാനോ അതിനുള്ള അറിവും ഇല്ല, എന്ത് ചെയ്യണം. ആ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇപ്പൊ പലരും അദ്ദേഹത്തിന്റെ അടുത്ത് വരുന്നുണ്ട്, പുസ്തകം പ്രിന്റ് ചെയ്യാത്ത കാര്യം പറഞ്ഞുകൊണ്ടും ചെയ്യാൻ വേണ്ടി ഇപ്പൊ മുതിർന്നു വന്നിരിക്കുക. ഏതായാലും അമാനുഷികമായ ആ ശക്തിവിശേഷം അദ്ദേഹത്തിന് ഈ പ്രകൃതി നൽകിയിരിക്കുന്നു. കാരണം പ്രകൃതി സത്യമാണ്, പ്രകൃതിയാണ് ഈശ്വരൻ.
നമുക്ക് പ്രകൃതിയെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാൻ ഒക്കുള്ളൂ. സത്യം, അത് മാത്രം. അപ്പോൾ അത് കിട്ടിയിട്ടുള്ള ആ ശക്തി വിശേഷം ഇത് ഉണ്ടെങ്കിലും എനിക്ക് പ്രത്യേകത തോന്നിയിട്ടുള്ളത്, ഞാൻ പരിചയപ്പെട്ട നാൾ മുതൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത് എത്ര വിനയാന്യതനാണ് അദ്ദേഹം. തീർച്ചയായും അത് 100% കറക്റ്റ്. സാത്വികനാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇതുപോലുള്ളൊരു ശക്തി സിദ്ധിക്കുകയുള്ളൂ. അല്ലാതെ അഹങ്കാരവും ധാർഷ്ട്യവും ഒക്കെ ഉള്ളവൻ്റെ മേൽ പ്രകൃതി ഒരിക്കലും കനിയില്ല. ആ കനിവ് അദ്ദേഹത്തിന് കിട്ടി. ഒരുപക്ഷെ വളരെ കുഞ്ഞുനാളിൽ ഞാൻ ഒരിക്കൽ എവിടെയോ വായിച്ചു, അദ്ദേഹത്തിൻ്റെ അമ്മയും വളരെ ഭക്തയായിരുന്നു, ശ്രീകൃഷ്ണ ഭക്തയൊക്കെ ആയിരുന്നു. അപ്പോൾ ഉള്ള ആ ഒരു അനുഗ്രഹം ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തിന് കിട്ടും. അപ്പോൾ ഏതായാലും അദ്ദേഹത്തെ പരിചയപ്പെടാൻ ഇടവരുത്തിയ നിങ്ങളോടൊക്കെയാണ് എനിക്ക് വലിയ കടപ്പാട്. ഒരുപക്ഷെ അതൊരു നിയോഗമായിരിക്കാം. അദ്ദേഹം എനിക്ക് അടുത്ത കാലത്താണ് പരിചയപ്പെട്ടെങ്കിലും ചിരകാലമായി അടുത്ത ബന്ധം ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്ര സ്നേഹവും ഉണ്ട്, ഒപ്പം ആദരവും. മാത്രമല്ല സാർ, അദ്ദേഹം വല്ലപ്പോഴൊക്കെ എന്നെ അന്വേഷിച്ച് വരാറുണ്ട്. ശരിക്കു പറഞ്ഞാൽ ദരിദ്രാവസ്ഥ, അദ്ദേഹത്തിന് ദാരിദ്ര്യം ഉള്ള ഒരു മനുഷ്യനാണ്. തിരുവനന്തപുരത്തേക്ക് വരാൻ ചിലപ്പോൾ കാശ് കാണില്ല ആ മനുഷ്യൻ, കൊല്ലത്തിൽ. അപ്പോൾ അണ്ണാ ഞാൻ ഇത്രാം തീയതി വരും എന്ന് പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു എന്തുകൊണ്ട് വന്നില്ല സുദർശന എന്നൊരു. കാരണം എനിക്ക് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, അതിന് വന്നില്ല. അടുത്ത എന്തായാലും ഞാൻ വരും. ഇവിടെ വരുമ്പോൾ അദ്ദേഹം ഞാൻ കാത്തു നിൽക്കും. തിരുവനന്തപുരം നമ്മുടെ സെൻട്രൽ ബസ് സ്റ്റേഷൻ വരും. ഞങ്ങൾ പിന്നെ പോയി ഒരു ചായയൊക്കെ കഴിച്ചതിന് ശേഷം സ്വകാര്യങ്ങളെല്ലാം പറഞ്ഞ്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, അതെല്ലാം പറഞ്ഞതിന് ശേഷം പോകും. എൻ്റെ അനുജനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളത്, സത്യമാണ് പറയും. അപ്പോൾ പോകാൻ സമയത്ത് എൻ്റെ അനുജന് ഞാൻ എന്താ ചെയ്യുന്നത്, നീ വല്ലതും കഴിച്ചോ, കഴിച്ചില്ലെങ്കിൽ കഴിക്കുക, അല്ലെങ്കിൽ നിനക്ക് ബസ് ചാർജ് ഉണ്ടോ കൈ, അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും വെച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഒരു ബസ് ചാർജിനുള്ള എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അന്ന് ഉറക്കം വരിക. കാരണം സുദർശനൻ്റെ അവസ്ഥയാണ്, പാവമാണ്. പക്ഷെ ഇന്ന് അദ്ദേഹത്തിനോട് ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ്. ഈ നിലയിൽ എത്തുന്നു എന്നുള്ള കേൾക്കുമ്പോൾ മനസ്സിൽ സന്തോഷമാണ്. പക്ഷേ ധനപരമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം സമ്പന്നനാണ്. അത് ശരിയാ സാറ് പറഞ്ഞത്. അനുഗ്രഹത്താൽ സമ്പന്നനാണ്, ദൈവാനുഗ്രഹത്താൽ എല്ലാരെക്കാളും കോടീശ്വരനാണ് അദ്ദേഹം. അത് ശരിയാ എന്ന് ഞാൻ പറയാണ്. സാമ്പത്തികമായിട്ടുള്ള ഇതൊക്കെ താൽക്കാലികമാണ്. ഇതാർക്ക് കിട്ടും? അപൂർവ സൗഭാഗ്യം. അത് മാത്രമല്ല സാർ, നേരത്തെ പറഞ്ഞില്ലേ കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾ സൂര്യനെ കുറിച്ച് പറഞ്ഞു. അതേസമയം അമേരിക്ക, ചൈന ഇങ്ങനെ തുടങ്ങിയ പല ലോക രാജ്യങ്ങൾക്കും വർഷങ്ങൾ കഴിഞ്ഞ് നടത്തപ്പെട്ട കാര്യം വരെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ കണ്ടു. 300 വർഷങ്ങൾ കഴിഞ്ഞ് ചിലപ്പോൾ ഇത് നടക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ചേർത്തക്കെ. ഭാവി അത് ആ കാലഘട്ടം എന്താണ് നടക്കുന്നതെന്ന് നമുക്ക് ഇപ്പോഴത്തെ നമ്മുടെ പറയാൻ പറ്റില്ലല്ലോ. എങ്കിലും അത് വിശ്വസിക്കും നമ്മൾ. കാരണം പുറകോട്ടുള്ള കാര്യങ്ങളെല്ലാം അതാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 100 അല്ല 1000 വർഷം കഴിഞ്ഞ് ഇന്ന കാര്യം നടക്കുമെന്ന് പറഞ്ഞാലും നമ്മളത് വിശ്വസിക്കും. വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഇനിയും വളരെ കാലം അദ്ദേഹം നമുക്കെല്ലാം വഴികാട്ടിയായി, നമുക്ക് മാത്രമല്ല ലോകത്തിന് വഴികാട്ടിയായി ദീർഘകാലം ജീവിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റൊന്നും നമുക്കറിയില്ല. അത്ര മഹാനാണ് അദ്ദേഹം. കാരണം അദ്ദേഹം കുടത്തിനുള്ളിലെ വിളക്കാണ്. അതെ തീർച്ചയായും. പ്രകാശം എങ്ങും ചൊരിയേണ്ട വിളക്കിനെ ഇപ്പോ നമ്മൾ കുടത്തിനകത്തെ ആ വിളക്കിനെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. പ്രകാശം എങ്ങും പരത്തണം. അതാണ് നമ്മുടെയും ഈ പുസ്തകം ഇനി വായിക്കാനുള്ളവരുടെയും ഒക്കെ ചുമതല.